കഴിഞ്ഞ ദിവസം നമ്മുടെ നിലമ്പൂർ MLA PV അൻവർ ഒരു ശബ്ദരേഖ പുറത്തുവിടുകയുണ്ടായി. മലപ്പുറത്തെ മുൻ SP സുജിത് ദാസിൻ്റെ ശബ്ദരേഖയാണ് റിപ്പോർട്ടർ ചാനലിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ആ സംഭാഷണങ്ങൾ അതിന് രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. അതുമായി സംഗതികളൊക്കെ നിലനിൽക്കെ തന്നെ സത്യം പറഞ്ഞാൽ ഭയം തോന്നുന്നുമുണ്ട്. നമ്മുടെ സംസ്ഥാനവും മറ്റിതര സംസ്ഥാനങ്ങളെപ്പോലെ ദുരൂഹമായ ഇടപാടുകളിലും അല്ലെങ്കിൽ ആ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും വിധമാണ് അതിലെ സംഭാഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും അൻവർ അത് പുറത്തുവിട്ടതിനെ ന്യായീകരിച്ച് പറഞ്ഞത് ചെയ്യുന്നതെല്ലാം ശരിയല്ലായ്മയുണ്ട് എന്നറിയാമെങ്കിലും ഇതിങ്ങനെ അല്ലാതെ പുറത്തുവിട്ടില്ലെങ്കിൽ ആരും വിശ്വസിക്കില്ല എന്നും അതിലുമുണ്ട് വാസ്തവം. അൻവർ ഇത് വെറുതെ ഉദ്ധരിച്ചാൽ പറഞ്ഞാൽ ചിലപ്പോൾ അൻവറിനെതിരെയാകും കേസുണ്ടാവുക, പുകിലുണ്ടാവുക. ഏതായാലും ഈ സംഭാഷണം അത് വരും ദിവസങ്ങളിൽ ഒരു ചർച്ച തന്നെയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മളൊക്കെ പലപ്പോഴും ഈ പോലീസ് തലപ്പത്തെ അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട പല കഥകളും ബന്ധങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ അത് കേൾക്കുമ്പോഴും ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറയുന്നത് അങ്ങനൊരു പോലീസ് സ്റ്റേഷൻ ചാർജ് ഡ്യൂട്ടിയുള്ള ഒരു ഈ പറയുന്ന സ്റ്റേഷൻ ഓഫീസറെ പോലെ അത്രമേൽ അങ്ങ് എല്ലാ ഘടകങ്ങളുമായി ചേർന്നിഴുകി പോകേണ്ടവരല്ല. അത് കൃത്യമായ അകലവും ആ ഡിഗ്നിറ്റിയും ഒക്കെ സൂക്ഷിച്ചു പോകുന്നവരാണ് എന്നാണ് വിശ്വാസം. അങ്ങനെ പോകേണ്ടവരുമാണ്. നമ്മുടെ ഈ ഫ്രെയിമിൽ തന്നെ വന്നിരുന്ന് സംസാരിക്കുന്ന അലക്സാണ്ടർ ജേക്കബ് എന്നൊക്കെ പറയുന്ന IPS ഉദ്യോഗസ്ഥനുണ്ടല്ലോ, 33 തവണ സ്ഥലം മാറ്റപ്പെട്ട, ക്രമസമാധാനത്തിൻ്റെ ചുമതല പിടിച്ചു വാങ്ങുകയോ ആവശ്യപ്പെടുകയോ തൻ്റെ ജാതിയുടെ കണക്ക് പറഞ്ഞ് തനിക്ക് കിട്ടേണ്ടതാണ്, ന്യൂനപക്ഷമാണ്, ഭൂരിപക്ഷമാണ് എന്നൊന്നും പറഞ്ഞ് സമീപിക്കാത്ത ആ മനുഷ്യനെക്കുറിച്ച് ഓർക്കുമ്പോൾ സല്യൂട്ട് ചെയ്തു പോകാറുണ്ട്. കണ്ടില്ലേ എന്തൊക്കെയാണ് ഒരു SP ഒരു സംവിധാനത്തെക്കുറിച്ച് പറയുന്നത്? ADGPയുടെ ഭാര്യ സഹോദരന്മാരുടെ ഇടപാടുകൾ അന്വേഷിക്കണമെന്ന്, പിന്നെ ഇരിക്കുന്ന SP വെറും കോഞ്ഞാണനാണെന്ന്, അദ്ദേഹത്തിന് ആളുകളും വ്യവസായികളുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെയാണ് ആ സംഭാഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. ആ സംഭാഷണം നിങ്ങൾക്ക് കേൾക്കാം. എന്നിട്ട് എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വിലയിരുത്തുകയുമാവാം. അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ADGP ഷാജൻ സ്കറിയയെ സംരക്ഷിച്ചുവെന്നും ഷാജൻ സ്കറിയയെക്കുറിച്ച് നൽകുന്ന ഇൻഫർമേഷനെല്ലാം ചോർത്തിക്കൊടുത്തു എന്നതടക്കമുള്ള ഒരുപാട് സംഗതികളാണ് അവരുടെ പരസ്പര സംഭാഷണത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഒപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെടുന്നതിനെ സംബന്ധിച്ചും അതിൽ പരാമർശമുണ്ട്. കേൾക്കാം അത്. ഹലോ MLA, നമസ്കാരം. എന്റെ പേര് സുജിത് എന്നാണ്. ഞാൻ പഴയ മലപ്പുറം SP ആണ്. നമസ്കാരം. എന്തുണ്ട് എന്റെ MLA? ഞാൻ ഇന്ന് വൈകുന്നേരം തൊട്ടിട്ട് ആകെ ഒന്ന് ഡെസ്പായിട്ടിരിക്കണം. നിങ്ങളെ വിട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഹലോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എന്നെ വിളിച്ചിരുന്നോ? ഇത് ഞാൻ വിളിച്ചിരുന്നു. ഞാൻ അതിട്ട് കിട്ടാണ്ട് വന്നിട്ട് ഞാൻ അൽമാഷിനെ വിളിച്ചിരുന്നു. പക്ഷേ MLA, നിങ്ങൾക്ക് അറിയില്ലേ, 3 വർഷം ഞാൻ പാർട്ടിയുടെ MLA മാരോടോ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് പോയ ഒരാളാണ്. പക്ഷെ പോലീസിന്റെ ജോലി, ഹലോ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. പോലീസിന്റെ ജോലി ഞാൻ നന്നായി ചെയ്യും. അല്ല, നിങ്ങൾ എന്നോട് മോശമായി പെരുമാറിയല്ലേ, അല്ലെങ്കിൽ പാർട്ടിക്കാരോട് MLA മാരോട് മോശമായി പെരുമാറി എന്നൊന്നും എനിക്ക് യാതൊരു അഭിപ്രായം അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മള്. ഇല്ല MLA, എന്നാൽ എനിക്കൊരു സഹായം ചെയ്യണം. അതായത് ഈ പറയുന്ന ഈ SP ഞാനൊരു ചെറുപ്പക്കാരനാണ്. എനിക്കന്ന് ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് 31 വയസ്സേ ഉള്ളൂ. ഞാൻ അവിടെ ചെയ്ത ജോലി 55-ാമത്തെ 56-ാമത്തെ വയസ്സിൽ അയാൾ ചെയ്യുമ്പോൾ ഓടിയെത്താൻ അയാളെ കൊണ്ട് പറ്റണില്ല. അപ്പം ഞാൻ വളരെ മോശക്കാരനാണ്, ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് എന്റെ താഴെയുള്ള സഹപ്രവർത്തകരോടും എല്ലാവരോടും പറഞ്ഞ് എന്റെ കൂടെ നന്നായി ജോലി ചെയ്ത ഇൻസ്പെക്ടർമാരെയും DYSPമാരെയും എല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അൽമാഷിനോട് ചോദിച്ചാൽ എന്റെ സത്യാവസ്ഥ മനസ്സിലാവും. ഞാനിത് മാഷിനോട് മാത്രം വിളിച്ച് പറയും, കാരണം അവിടെ ഞാൻ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിനോട് ആയതുകൊണ്ട്. അപ്പം ഇത്രയും ഉപദ്രവങ്ങൾ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അയാള്. അപ്പം നിങ്ങൾ ആ സമ്മേളനത്തിൽ പറഞ്ഞതിൽ മനസ്സുകൊണ്ട് വളരെ സന്തോഷിക്കുക. നിങ്ങളെ വിളിക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിക്കുക ചെയ്തൊരു മനുഷ്യനാണ്. അല്ല SP, അതിലിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്തു എന്നാണ് ഇപ്പൊ സുജിത് SPനെതിരെ ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? എന്റെ MLA, നിങ്ങള് അറിയാലോ, കുറച്ചു പേര് നമ്മൾ ആ കസ്റ്റോഡിയൽ ഡെത്ത് സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകൾ ഒരു പരിധി വരെ MLA. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ കൂട്ടറിന്റെ അകത്ത് ഈ കുറെ പേര് കൂടി, ശശി കുണ്ട്രക്കാട്, അങ്ങനെ കുറച്ച് എണ്ണം എല്ലാം കൂടി എന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുക. അപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് 1 ആ കസ്റ്റോഡിയൽ ഡെത്ത് ഉണ്ടായത്.
ആ CBI അല്ല, കേസിന്റെ എന്റെ വിഷയം എന്താണെന്നറിയോ? ഇതില് എന്റെ വിഷയം ഈ പറയുന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് പൊളിറ്റീഷ്യൻസിനോടും പൊതുപ്രവർത്തകരോടും MLA-മാരോടൊക്കെ അദ്ദേഹത്തിന് പുച്ഛാണ്. മനസ്സിലായോ? അതെ, എല്ലാവരോടും ഒരേ, അതായത് ഒരു മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യത്തിനല്ല വിളിക്കുന്നത്, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഞാൻ അദ്ദേഹമായിട്ട് കൊടുക്കുന്നത് ആ ലൈഫ് വിഷയത്തിലാണ്. ആ ലൈഫ് വിഷയത്തിൽ അദ്ദേഹം വളരെ മോശമായ നിലപാടെടുത്തത്. 5 സെന്റ് സ്ഥലത്ത് ഈ IPS അസോസിയേഷൻ, ഞാനൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇടയ്ക്ക് ഒരു പറയുന്നൊന്നും തോന്നരുത്, ഞാനൊന്ന് പറഞ്ഞോളൂ. MLA പറഞ്ഞ വളരെ ഈ IPS അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാനത് 100% MLA-യുടെ സൈഡ് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ MLA-ക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീജിത്ത് എസ്ഐയുടെ എന്തോ ഒരു പരാതി കൊണ്ട് MLA തന്നു. ലെറ്റർ പാടിൽ അയാൾക്ക് അയച്ചു കൊടുത്തു. അത് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ്. എന്റെ ഒരേ ഒരു റിക്വസ്റ്റ്, MLA ആ പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം. അല്ല, ഞാൻ കൊടുത്തത് ഞാൻ അങ്ങനെയല്ല. നമ്മളതിൽ അദ്ദേഹം ഭയങ്കര, ഞാൻ പറഞ്ഞില്ല 8 മാസമായി ആ റോപ്പ് വേയിലെ സാധനങ്ങൾ പോയിട്ട്. ഞാനത് പറഞ്ഞപ്പോൾ അതിന് ആ വാർത്തയെ വളച്ചൊടിച്ചാണ് പത്രങ്ങളിലും TV-യിലൊക്കെ വന്നിട്ടുള്ളത്. ഈ അദ്ദേഹം ആ കേസിൽ എനിക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു അലിഗേഷൻ പറയുമ്പോൾ എൻ്റെ അനുഭവമാണല്ലോ ഞാൻ ആദ്യം പറയേണ്ടത്. എനിക്കങ്ങനെ അനുഭവം ഉണ്ടല്ലോ. ഈ 10,2,500 കിലോ ഉള്ള സാധനം ഒരാൾക്കും 2ആൾക്കും 10 ആൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ സുജിത് SP-ക്കും അറിയാലോ. ഇത്രയും വലിയ ഒരു കളവ്, ഒരു കൊള്ള നടന്നിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അയാളെ പോലീസിങ്ങിൻ്റെ ഫെയിലിയർ അല്ലേ? അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വേറെ രീതിയിൽ അത് പോട്ടെ. അപ്പം അദ്ദേഹം ഭയങ്കര കറക്റ്റാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ സത്യസന്ധനായ ഓഫീസർ, വളരെ ഷാർപ്പായിട്ടുള്ള ഓഫീസർ. ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ, അദ്ദേഹം താമസിക്കുന്ന വീടാണിത്, മുമ്പ് സുജിത് SP താമസിച്ച വീട്, ഇപ്പം അദ്ദേഹം താമസിക്കുന്ന ക്യാമ്പ് ഹൗസിൽ നിന്ന് ഇങ്ങനെ ഒരു മരം പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരാതി കിട്ടിയാൽ അദ്ദേഹത്തിന് അതിനൊരു അന്വേഷണം നടത്തി റിപ്ലൈ എങ്കിലും കൊടുക്കണ്ടേ? MLA, ഞാനൊരു കാര്യം പറയട്ടെ. ഇത് യഥാർത്ഥത്തിൽ MLA-നെ അവര് കൃത്യസമയത്തില് ഈ പോലീസുകാര് എക്സ്പ്ലോയിറ്റ് ചെയ്തതാണ്, ചൂഷണം ചെയ്തതാണ്. ഇവർ ഈ ശ്രീജിത്ത് എസ് എന്ന് പറഞ്ഞവൻ ഈ സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് സസ്പെൻഷനിൽ പോയവരൻ ഈ കുറച്ച് ആൾക്കാരും കൂടെ കൂടിയിട്ട് എനിക്കെതിരെ കൊടുത്ത പരാതിയാണ്. ഇതിന്റെ അകത്ത് അവസാനം എന്റെ പേരാണിത് വലിച്ചടിക്കപ്പെടുകയും അല്ലെങ്കിൽ മോശമാക്കപ്പെടുകയും ചെയ്യുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒറ്റ കാര്യം, എനിക്കത് ഞാനെന്താ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ അറിയാലോ. 56,000 രൂപ സോഷ്യൽ ഫോറസ്ട്രി വിലയിട്ട തേക്ക്, അത് അതെല്ലാം തെറ്റാണ്. അതെല്ലാം MLA-നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ദയവ് ചെയ്ത് MLA എന്നെ വിശ്വസിക്കണം. അല്ല, ഞാൻ സോഷ്യൽ ഫോറസ്ട്രിയിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് വഴി ഞാനത് സോഷ്യൽ ഫോറസ്ട്രി ഇങ്ങനെ ഒരു സംഗതി നടത്തിയിരുന്നു, അതിന് വില ഇട്ടിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ 56,000 രൂപ SP കോമ്പൗണ്ടിൽ നിന്ന് ഒരു തേക്കിന് വില ഇട്ട് കൊടുത്തിരുന്നു അവർ പറഞ്ഞ. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്റെ MLA അതൊക്കെ എനിക്ക് മുമ്പ് നടന്ന കരീമിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ്. അത് കാലഘട്ടം അറിയില്ല. എന്തായാലും സോഷ്യൽ ഫോറസ്റ്റ് പിന്നെ ഈ 56,000 അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു രീതി അറിയണമല്ലോ. ഈ 56,000-ന്റെ തേക്ക് പിന്നെ 20,000-ന് എങ്ങനെയാണ് വെക്കുന്നത് SP? MLA അത് എനിക്ക് മുമ്പേ നടന്നുപോയ കാര്യങ്ങളാണ്. അത് തെറ്റായിട്ട് എന്നിലേക്ക് ആരോപിക്കപ്പെടുന്നതാണ്. അത് ഫസ്റ്റ് ലേലം എടുത്തു, സെക്കൻഡ് ലേലത്തിന് ആരും വന്നില്ല, തേർഡ് ലേലം എടുത്തു. അങ്ങനെ ഓരോ ലേലത്തിലും ആള് വരാതെ ഓരോ ലേലം കഴിയുമ്പോഴും അതിന്റെ തുക കുറയുമല്ലോ അടുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലേലം ചെയ്ത് പോയ സാധനമാണ്. ഭഗവാൻ സത്യം, ഭഗവാൻ എന്നല്ല, എന്ത് ഈശ്വരൻ ആയിക്കോട്ടെ, സത്യമായിട്ടും ഇത് ദയവ് ചെയ്തിട്ട് ഇത് എന്റെ പേര് മോശമാക്കാണ്ട് വന്നൊരു സാധനമാണ്. ഇയാളോടുള്ള ദേഷ്യം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളിപ്പോ കാര്യം നേരെ പറയാണല്ലോ നമ്മള്. പിന്നെ അതിൽ ഈ ഒരു മഹാഗണിയുടെ ഹാഫ് കട്ട് ചെയ്ത് പോയി എന്ന് പറയുന്നത് എന്താ സംഭവം? എന്റെ ദൈവമേ, അതിന്റെ അകത്ത് ഇവന്മാര് ഈ പറയുന്ന ഞാൻ ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം എന്ന് പറയട്ടെ, നിലമ്പൂരുള്ള ഡ്രൈവർമാരുണ്ടല്ലോ, ആ 8 പോലീസ് സ്റ്റേഷനിലുള്ളവര്, അവരും കാലാകാലങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ മാറ്റിയിട്ട് നിലമ്പൂർ തന്നെയുള്ള, അത് എടക്കര, പോത്തുകല്ല്, ആ പറയുന്ന സ്റ്റേഷനുകൾ ലിമിറ്റിലുള്ള പോലീസുകാരെ തന്നെ ഞാൻ മാറ്റി റീപ്ലേസ് ചെയ്തു. അപ്പം ഈ വന്ന പ്രായം ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ 8-10 വർഷമായിട്ട് അവിടെ ഇരുന്ന ആൾക്കാർ, പുതിയ പിള്ളേർ നിലമ്പൂരുകാർ റീപ്ലേസ് ചെയ്തപ്പോൾ അവര് കൂട്ടമായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണിത്. അല്ല, അപ്പൊ അങ്ങനെ മഹാഗണി അവിടെ കട്ട് ചെയ്തിട്ടില്ല. കൊമ്പുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. അത് കൊമ്പല്ല, മരം. അതായത് ഞാൻ മനസ്സിലാക്കിയത്, മരം ഒരിക്കലും കട്ട് ചെയ്തിട്ടില്ല. ഒരു മരം, അതായത് സാധാരണ ഒരു മരം തന്നെ 2 ശിഖരമായിട്ട് മരമായി വളരുമല്ലോ, ഒരു V ഷേപ്പില്. അതിലൊരു ഒരു അതിന്റെ ഹാഫ് കട്ട് ചെയ്ത് പോയി എന്നാണല്ലോ പറയുന്നത്.
തെറ്റാണ്. അതിന്റെ കൊമ്പുകൾ വീടിന്റെ മേളിലോട്ട് കിടന്ന കൊമ്പുകൾ കട്ട് ചെയ്ത് കൊണ്ടുപോയത്, അതൊക്കെ ലേലം പിടിച്ചു പോയതിന് പ്രോപ്പർ പേപ്പറുകളുണ്ട്. അല്ല, ആ പേപ്പർ പിന്നീട് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല. സാധാരണ ഈ രജിസ്റ്ററിൽ ക്യാമ്പ് ഓഫീസ് പോലെ ഗവൺമെന്റിന്റെ എല്ലാത്തിലും ഒരു രജിസ്റ്റർ. അതിന്റെ ടോട്ടൽ ഡീറ്റെയിൽസ് ഞാൻ അൻവർ MLA-ക്ക് ഞാൻ എന്റെ പ്രിന്റ് എടുത്ത് കൊണ്ടുതരാം. നാളെ ആരെക്കൊണ്ടെങ്കിലും പ്രിന്റ് എടുത്ത് കൊണ്ടുതരാം ലേലം പിടിച്ചതിന്റെ സാധനങ്ങൾ. ആയിക്കോട്ടെ, അതൊന്നും വേണം എനിക്ക്. പിന്നെ ഇത് എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ. നമ്മളിത് ഒരു പെറ്റീഷൻ കൊടുത്താൽ ഇന്ന് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾക്കത് എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിഡ്രോ ചെയ്തെന്ന് ചോദിച്ചാൽ നമ്മൾ നാളെ അതിന് ആൻസറബിൾ ആണ്. സാധനങ്ങളെല്ലാം കൂടെ ഞാനിപ്പം ആ സാധനങ്ങളെല്ലാം ഞാൻ MLA-ക്ക് ഇപ്പൊ വാട്സപ്പ് ചെയ്ത് തരട്ടെ. വാട്സാപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. തീർച്ചയായിട്ടും. അല്ല, ഇതില് ഇപ്പൊ അന്ന് ഈ എന്താ പറയാ, നിഷ എന്ന് പറഞ്ഞ പോലീസുകാരിയായിരുന്നല്ലോ പരാതി കൊടുത്തു പറഞ്ഞ് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ച അവസ്ഥയില്ല. പക്ഷെ അന്ന് സുജിത് SP എനിക്ക് തന്നിരുന്ന വാക്ക്, അവർക്ക് കൊടുത്തിരുന്ന വാക്ക് എന്തായിരുന്നു? അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക, അവരതേ പോസ്റ്റിൽ തന്നെ നിർത്തി കൊടുക്കുക എന്നാണ് എനിക്ക് വാക്ക് തന്നിരുന്നത്. പക്ഷെ നിങ്ങളത് ചെയ്തില്ലല്ലോ. അത് വളരെ എന്നെപ്പോലെ ഒരു വ്യക്തി, ഒരു MLA, ഞാൻ പോട്ടെ, ഒരു MLA നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എങ്ങനെയെങ്കിലും ഇത് സഹായിക്കണമെന്ന് പറഞ്ഞത്. നമ്മളത് സത്യസന്ധമായി നിങ്ങളെ സഹായിച്ചു തന്നപ്പോൾ ആകെ പറഞ്ഞ ആ ലേഡിയുടെ, ആ പോലീസുകാരത്തിൻ്റെ റിക്വസ്റ്റ് എന്തായിരുന്നു? അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം, അതേ പോസ്റ്റിംഗ് കൊടുക്കണം. അത് കൊടുക്കാന്ന് SP എന്നോട് വാക്ക് പറഞ്ഞ ആ വാക്ക് നിങ്ങൾ പാലിച്ചില്ലല്ലോ. MLA ഞാൻ അവരെ റിസ്റ്റേറ്റ് ചെയ്തു. എനിക്ക് ആസ് എൻ SP എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഏതാ? അവര് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ, അവിടെ തന്നെ ഞാൻ കൊടുത്തു. അവരുടെ നമ്മളന്ന് പറഞ്ഞ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ, വിജിലൻസ് SP അല്ലല്ലോ. അല്ലല്ല, അന്നത് ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്യുമെന്ന് നിങ്ങളന്ന് വാക്ക് പാലിച്ചില്ല. എനിക്കത് വളരെ മോശമായി. കാരണം എന്ത്, അവരുടെ ബന്ധുക്കളും ബാക്കിയുള്ളവരുമായി ബന്ധപ്പെട്ട് ഹലോ അവരുടെ ബന്ധുക്കളും അവരുമായി അല്ലല്ല, ഞാൻ പറയട്ടെ, ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മൾ അവർക്ക് വാക്ക് കൊടുത്ത് SP എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാക്ക് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾ നമുക്ക് നാട്ടിൽ ഈ പൊതുപ്രവർത്തനം നടത്തണ്ടേ? നിങ്ങൾ കുടുങ്ങി അങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണ് ഒന്ന് സഹായിക്കണം എന്ന് പറയുന്നത് സ്വാഭാവികം. ആര് വന്ന് പറഞ്ഞാലും കുടുങ്ങിയിട്ട് വരുമ്പോൾ നമ്മൾ സഹായിക്കുക, ശത്രുവാണെങ്കിലും സഹായിക്കുന്ന, അതാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങളത് വാക്ക് പാലിച്ചില്ല SP എന്ന്. എന്റെ MLA ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. എന്റെ ജില്ലയ്ക്കുള്ളിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സ്റ്റേഷൻ, അതായത് അവരുടെ വീട് ക്വാർട്ടേഴ്സിരിക്കുന്ന. അവരുടെ ആവശ്യം അതായിരുന്നല്ലോ SP, നമ്മളല്ലല്ലോ അവരെ നല്ല സൗകര്യം അവര് പറഞ്ഞത് നമ്മൾ ചെയ്തില്ലല്ലോ. അത് ചെയ്യാൻ നിങ്ങൾ അത് പോട്ടെ, അത് പിന്നെ ഇപ്പൊ പറയുന്നില്ല. ഹലോ, ഇവിടെ കോള് കയറി, എനിക്ക് കോള് കയറി, കട്ട് ചെയ്ത. അപ്പോ അവരുടെ PR ഉള്ളപ്പോ PR തീർന്നിട്ടല്ലേ വിജിലൻസിൽ എടുക്കൂ. ആ PR തീരാന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയില്ലേ? ഞാന് ഈ കാര്യം ഒറ്റ മാസം കൊണ്ടല്ലേ പോയുള്ളൂ. എന്തോ ആവട്ടെ, അത് നിങ്ങൾ വാക്ക് പാലിച്ചില്ല. വാക്ക് പാലിച്ചില്ല. നമ്മളൊരു സഹായം ചെയ്തിട്ട് നമുക്ക് സത്യത്തിൽ അവരുടെ ഇടയിലും അവരുടെ കുടുംബത്തിൻ്റെ ഇടയിലും അവരെ ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലും നമ്മൾ വളരെ മോശക്കാരനായി. കാരണം അന്ന് തന്നെ അവർ പറഞ്ഞാണ്. അല്ല, ഞാൻ പറയട്ടെ, അവർ അന്ന് ഞാൻ ഈ കാര്യം പറയുമ്പം MLA നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയാൾ നിങ്ങളെ ചതിക്കും, അയാൾ വാക്ക് പാലിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളെ വിളിച്ചു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ MLA ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാനല്ല പറയുന്നത്, ഞാൻ വാക്ക് പാലിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങളെ വാക്ക് പാലിച്ചില്ല. നമ്മളെ ഒരു ആവശ്യമില്ലാതെ അതിൽ ഇട്ട് നിങ്ങളെ കാര്യം നടത്തിപ്പോയി. അതാണ് അതിലുണ്ടായത്. അയ്യോ, അങ്ങനെ പറയരുത്, ഭയങ്കര വേദന ഉണ്ടാക്കുന്ന വാക്കാണ്. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ഞാനത് MLA-യോട് സംസാരിക്കുന്നത് ഞാൻ നവംബർ തുടക്കത്തിലാണ്, അല്ല ഒക്ടോബർ അവസാനത്തില്. നവംബർ 13 ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയി. നമ്മൾ സംസാരിച്ചിട്ട് 2 ആഴ്ചക്കുള്ളിൽ ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയി. എനിക്ക് അവിടെ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക, അവരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുക, അത് 2 ഞാൻ ചെയ്തു. ആ സമയത്ത് അവരുടെ PR-ന് മെമ്മോ ഇഷ്യൂ ചെയ്തതേ ഉള്ളൂ. എൻക്വയറി തീരണ MLA-ക്ക് അറിയാം എങ്ങനെ പോലും 2 മാസം എടുക്കുമെന്ന്. അതിന് മുമ്പേ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയ ആളാണ് ഞാൻ. ആ എൻക്വയറി ഒക്കെ 2 ദിവസത്തിൽ ഞാൻ തീർക്കാം, അത് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞിരുന്നത്. നിങ്ങൾ നിങ്ങൾ ഓരോ സമയത്ത് നിങ്ങൾ ആവശ്യം ഉണ്ടാകുമ്പോൾ പറയുന്നതല്ലാതെ അതിലർത്ഥം എന്തായാലും എനിക്കൊരു ആവശ്യമില്ലാതെ ഇപ്പോഴും ആ സ്ത്രീ എല്ലാവരോടും MLA എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് നടക്കുക. എനിക്കിതിന് വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ ജീവിത പ്രശ്നമാണ്, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചല്ലേ നമ്മൾ ചെയ്ത തെറ്റ്. അയ്യോ, അങ്ങനെ പറയുന്നത് MLA. ഞാൻ MLA-ക്ക് ഒരിക്കലും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഞാൻ MLA നിങ്ങൾ ഭയങ്കര ദ്രോഹമാണ് ആ കാര്യത്തിൽ ചെയ്തത്. നമ്മൾ വേറൊരു കാര്യത്തിൽ നിങ്ങളെ വിളിച്ചത്, നിങ്ങൾ എന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടല്ലേ. ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ 3 വർഷം അവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. MLA ഞാനിപ്പോ എന്താ പറയാ, ഞാനിപ്പം MLA ഇത് കൊടുത്തെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര വിഷമത്തോടെ വിളിച്ചാണ്. അല്ല, നിങ്ങളിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കൂ. ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് കിട്ടിയത് വിവരങ്ങൾ തെറ്റാണെങ്കിൽ
ഞാനിപ്പം എം എൽ എക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ ഓർഡേഴ്സ് ഞാൻ നോക്കാം, ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് ദയവ് ചെയ്തിട്ട് ആ പെറ്റീഷൻ ഒന്നും, കാരണം ഇവനുമായിട്ടുള്ള യുദ്ധത്തിൽ എന്റെ പേര് വെറുതെ വലിച്ചഴിക്കപ്പെട്ടാൽ ഒന്നാമത് ഞാൻ കുറെ സഫർ ചെയ്ത ഒരാളാണ്. ഞാനിപ്പോ ഒരു മനസ്സമാനമായിട്ട് ഇവിടെ ഇരിക്കുക, എന്നെ ഒന്ന് സഹായിക്കണം. ദയവ് ചെയ്ത് ആ പെറ്റീഷൻ ഒന്ന് വിഡ്രോ ചെയ്യണം. അതാണ് എന്റെ റിക്വസ്റ്റ്. അല്ല അത് ഞാൻ നോക്കാം. അതിന് സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന് സ്റ്റാൻഡ് ഞാൻ എടുക്കും. ഞാൻ അയച്ചിട്ടുണ്ട്, ഞാൻ എം എൽ എക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ശരി. ഓക്കെ.